ഇന്ന് ഞാൻ വളരെ ഹാപ്പിയും എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഋത്തുവിൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആണ്. ഋത്തുവിൻ്റെ ഡാൻസ് ഉണ്ട്, അതാണ് മെയിൻ ഹൈലൈറ്റ്. ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് പിള്ളേരെ റെഡിയാക്കാൻ ചെല്ലാമോ എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി ഹാഫ് ഡേ ലീവും പറഞ്ഞ് നേരെ സ്കൂളിലേക്ക് വിട്ടടിച്ചു. പിള്ളേരെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ ഭയങ്കര സന്തോഷം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഈ കുഞ്ഞുണ്ടല്ലോ ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ കിടുകിടൂന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാണാൻ നല്ല രസമായിരുന്നു. അവിടെ ചെന്നപ്പോൾ ചെറിയൊരു പേടി, കാരണം ക്ലാസിക്കൽ ഡാൻസിനൊക്കെ മേക്കപ്പ് ചെയ്ത പരിചയമുണ്ട്. അത് കുറച്ച് നാൾ മുമ്പാണ്, വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം സ്വന്തമായിട്ടുള്ള വൈറ്റ് വാഷ് അടി അല്ലാണ്ട് മറ്റുള്ളവർക്ക് വൈറ്റ് വാഷ് അടിച്ച് കൊടുക്കാറില്ല. പ്രത്യേകിച്ച് ഈ പെൺകുഞ്ഞുങ്ങൾ, സുന്ദരി കുഞ്ഞുങ്ങൾ, അതുങ്ങളെ ഞാൻ കണ്ണൊക്കെ എഴുതി ഐലൈനറൊക്കെ എഴുതി അവസാനം അവരുടെ പാരൻസ് പറയില്ല സുന്ദരി കൊച്ചായിരുന്നു, ഞാൻ അവരെ കൊക്കാച്ചി പോലെ ആക്കി കളഞ്ഞെന്ന്. കാരണം 2 ആമ്പിള്ളേരായതുകൊണ്ട് ഈ പണിക്കൊന്നും എനിക്ക് തുനിയേണ്ട വന്നിട്ടില്ല. പെൺകുഞ്ഞുങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് പോയി എൻ്റെ പോയി എനിക്ക് വീണ്ടും ഇട്ട് തരണം. അതുങ്ങളുടെ കാട്ടായി വർത്താനം കേൾക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ അവർ റെഡി ആക്കി ഒരു ഓൾ ദ ബെസ്റ്റ്, നന്നായി ചിരിച്ച് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ടാറ്റയും ബൈ ബൈ കൊടുത്ത് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ കുഞ്ഞു കുരുപ്പിനെയും കൊണ്ട് നേരെ നടക്കുന്നത്. അങ്ങനെ ബോറടിക്കുന്ന സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിള്ളേരുടെ ഡാൻസ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് ആദ്യം പ്രീ KG-യിലെ കുഞ്ഞുങ്ങളുടെ കടുക്കുമണി പോലത്തെ പിള്ളേർ ഈ സ്റ്റേജിൽ മുഴുവൻ നിറഞ്ഞു നിന്ന് ഡാൻസ് കളിക്കുന്ന കാണാൻ എനിക്ക് രസമാണ്. അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഋത്തുവിൻ്റെ ഡാൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം അവൻ നല്ല ഷൈ ആയിട്ടുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു അവൻ നന്നായി കളിക്കുന്നുണ്ടെന്ന്, അവൻ്റെ റോയിലുള്ളവരിൽ നന്നായി കളിക്കുന്ന അവനാണ് ടീച്ചർ പറഞ്ഞു. എങ്കിലും എനിക്കൊരു ടെൻഷനായിരുന്നു, കാരണം അവൻ ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ അവന് സഭാകമ്പം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അതുപോലെ ഒന്നും ഉണ്ടായില്ല. എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് അവൻ സൂപ്പറായിട്ട് കളിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഹാപ്പിയായി ഞാൻ. കാരണം ഞാൻ കളിച്ചൊരു സ്റ്റേജ് അതെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചൊരു സ്കൂൾ തന്നെയാണ്. അപ്പോൾ ആ സ്കൂളിൽ എൻ്റെ മോനൊരു പെർഫോമൻസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര പ്രൗഡ്, അതൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. വീഡിയോ എനിക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റില്ല, കാരണം പിള്ളേരെല്ലാം കട്ട പിടിച്ചൊരു സൈഡിലും ഞാൻ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. മാത്രമല്ല എനിക്കാണെങ്കിൽ ടെൻഷൻ, കൊച്ചെന്ത് കാണിക്കുമെന്ന് ഓർത്തിട്ട് ടെൻഷനും പിന്നെ ഒരു എക്സൈറ്റഡ് ഒക്കെ ആയിട്ട് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല. ഇതിൽ കൂടെ നോക്കണം, ഫോണിൽ കൂടെ നോക്കണോ അല്ലാതെ നോക്കണോ എന്നുള്ളൊരു ടെൻഷനൊക്കെ. അതുകൊണ്ട് വീഡിയോയ്ക്ക് അതിനനുസരിച്ചുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഋതു ഫസ്റ്റ് ടൈം ഡാൻസ് ചെയ്യുന്നത്. പാട്ടൊക്കെ അവൻ പാടുമ്പോൾ ഞാനും എൻ്റെ അനിയത്തി കൂടെ നിൽക്കാറുണ്ട്. പക്ഷെ ഇതാകുമ്പോൾ ഫസ്റ്റ് ടൈം കൂട്ടുകാരുടെ കൂടെ നിന്ന് ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ചെന്ന് കാണിക്കുമ്പോൾ ഇവിടെ വലിയ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കോപ്രായം കാണിക്കുന്നതല്ലാതെ മര്യാദയ്ക്കൊരു സ്റ്റെപ്പ് പോലും കളിക്കാറില്ല, വെറുതെ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇത് ശരിക്കും എൻ്റെ ഒരു എന്താ പറയണ്ടേ, ഞാൻ ഭയങ്കര ഹാപ്പി. അത്ര ഉണ്ട്, സൂപ്പറായിട്ട് കളിച്ചു, എല്ലാവരും കളിച്ചു, എല്ലാ മക്കളും നന്നായി കളിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പി. ഇനി ഋതുവിനെ ഒരു ഡാൻസിന് പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അവൻ സമ്മതിക്കുമെന്നറിയില്ല, എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഐ ആം വെരി ഹാപ്പി.